ആക്രമണം തുടർന്നാൽ കനത്ത പ്രത്യാഘാതമെന്ന് ഇറാന് സൗദിയുടെ മുന്നറിയിപ്പ്. സൈനികമായി നേരിടുമെന്ന താക്കീത്. ആരാംകോ റിഫൈനറിയെ വീണ്ടും ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്ന് ഖത്തർ. എണ്ണവാതക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ഇസ്രയേലും. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വൈറ്റ് ഹൗസിനോട് 20,000 കോടി രൂപ ആവശ്യപ്പെട്ട് പെന്റഗൺ. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, പേഷ്യൻസ് ഇസ് ലിമിറ്റഡ്, അത് തന്നെയാണ് സൗദിയും കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന വാചകം. സൗദി കൃത്യമായിട്ട് അവരുടെ ആശയവും അവരുടെ അഭിപ്രായവും മുന്നോട്ട് വയ്ക്കുന്നു. താക്കീതാണ് അല്ലേ? തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായി ഇറാൻ നൽകുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലെ വലിയ ആക്രമണമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളും മറ്റും ഇറാൻ തുടർച്ചയായി വിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്രോണുകളും മിസൈലുകളും മറ്റും ഇന്റർസെപ്റ്റർ വഴി കണ്ടുപിടിച്ച് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും പല മരണങ്ങളും സംഭവിച്ചു. ഈ മിസൈലുകളുടെയൊക്കെ ചീളുകൾ വീണ് പല മരണങ്ങളും സംഭവിച്ച ഒരു പശ്ചാത്തലം ആ മേഖലയെ വല്ലാതെ കലുഷിതമാക്കിയിരുന്നു. ഈദ്ഗാഹുകൾ പോലും UAE ഇത്തവണ ഇല്ല എന്നുള്ള കാര്യം കൂടി പുറത്തു വന്ന പശ്ചാത്തലമൊക്കെ ഏറെ ഗൗരവതരമായാണ് UAE പോലെ ഉള്ള രാജ്യങ്ങൾ കാണുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിലാണ് 12 രാജ്യങ്ങൾ ഇന്ന് യോഗം ചേരുകയും ഇറാന് കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണം തുടർന്നാൽ അത് കനത്ത പ്രത്യാഘാതത്തിലേക്ക് നയിക്കും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതാണ് ലഭിക്കുന്ന സൂചന. ഇപ്പോൾ സൗദി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മേഖലയിൽ സമാധാനം തകർക്കുന്ന രീതിയിൽ സായുധ സംഘങ്ങൾക്ക് ആയുധവും ഫണ്ടും നൽകുന്നത് ഇറാൻ അവസാനിപ്പിക്കണം എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. 12 ഗൾഫ് അറബിക് ഇസ്ലാമിക് രാജ്യങ്ങളാണ് ഇത്തരത്തിൽ യോഗം കൂടുകയും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്ത് റിഫൈനറികൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെയാണ് ഇറാൻ തുടർച്ചയായി ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇത് തുടർന്നാൽ അത് ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്നും അത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും സൗദി മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടയിൽ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഖത്തർ എനർജി അറിയിച്ചു. ഗ്യാസ് ടു ലിക്വിഡ് GTL പ്ലാന്റിന് വൻ നാശമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള വിഷയങ്ങൾ ഈ രാജ്യങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഖത്തറും സൗദിയും ചേർന്ന് ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കും എന്നുള്ള സൂചനകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ അമേരിക്കയുടെയും മറ്റു ഭാഗത്തു നിന്ന് ചില സൂചനകൾ വന്നിരുന്നു. കാരണം ഗൾഫ് രാജ്യങ്ങളെ ഒരുപാട് പ്രകോപിപ്പിക്കരുത്, അവർ ആക്രമണത്തിന് മടിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. ഇത്തരത്തിൽ സൗദിയുടെ വലിയ മുന്നറിയിപ്പ് ഇറാനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഊർജ്ജ വിപണിയെ കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഇറാന്റെ അധീനതയിലുള്ള സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയ സാഹചര്യമുണ്ടായി. പിന്നീട് ഇതിന് പിന്നാലെയാണ് ഈ ഖത്തറിലെയും UAE-യിലെയും ഒക്കെ പ്രകൃതിവാതക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും മറ്റും ചെയ്തത്. ഇതോടെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന് കനത്ത താക്കീതുമായി രംഗത്ത് വന്ന പശ്ചാത്തലമുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇറാന്റെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിന് നേരെയുണ്ടായ ആക്രമണം തങ്ങളുടെ അറിവോടെയല്ല, അത് ഇസ്രായേൽ അവരുടെ ഒരു പ്രകോപനപരമായ ആക്രമണമായിരുന്നുവെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. ഇനിയും ഇറാന്റെ ലോകം ഇന്നുവരെ കാണാത്ത തരത്തിൽ അമേരിക്ക തകർക്കും ഇനിയും ഇറാൻ ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ എന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുമുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഖത്തറിലെ നിരവധി LNG പ്ലാന്റുകൾക്ക് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പ്ലാന്റുകളിൽ വൻ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം ഇറാന്റെ എംബസി ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഖത്തർ ആവശ്യപ്പെട്ട പശ്ചാത്തലം ഗൗരവതരമാണ്. ഇത്തരത്തിൽ പ്രകോപനപരമായ നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇനിയും തുടർന്നാൽ ശക്തമായ നടപടികൾക്ക് മടിക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സൗദിയും മറ്റ് അറബ് രാജ്യങ്ങളും നൽകുന്നത്. ഹരി, രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ ഈ റാസ് ലഫാനിലെ എനർജി കോംപ്ലക്സിൽ ഉണ്ടായ ഈ ഒരു ആക്രമണം അത് ശക്തമായ രീതിയിൽ ഈ ഗ്യാസിന്റെ പ്രൈസ് ഹൈക്കും കൂടി ഉണ്ടായിട്ടുണ്ട്. അതും ഇത് കൂടുതൽ വഷളാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വ്യക്തമാവുന്നു. തീർച്ചയായും ഈ രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഇന്ന് ഏതാണ്ട് 5% കൂടി വർദ്ധിച്ചുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് $108, അതായത് നമുക്കറിയാം $70 കിടന്ന എണ്ണവിലയാണ് യുദ്ധത്തിന് മുൻപ്, അതിപ്പോൾ $108 വർദ്ധിച്ച ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിൽ എണ്ണ വിതരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം വെനസ്വേലയ്ക്ക് ഉണ്ടാക്കിയ ചില നിയന്ത്രണങ്ങളുണ്ട്. അത് ഉപരോധങ്ങളിലടക്കം ഇളവ് ഏർപ്പെടുത്തിയ പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം അമേരിക്കൻ കമ്പനികൾക്ക് വെനസ്വേലയിലെ എണ്ണ കമ്പനികളുമായി ഇടപാടുകൾ നടത്താനുള്ള അനുമതി കൂടി നൽകിയെന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിൽ UAE-യിലെ ഗ്യാസ് പ്ലാന്റുകളുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. ഒപ്പം ഇത്തരം ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഖത്തറും വലിയ തോതിൽ ഉൽപ്പാദനം കുറച്ച സാഹചര്യമുണ്ട്. സൗദി അറേബ്യയും അത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, തങ്ങൾക്കും ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരുമെന്ന്. ഇതിപ്പോൾ എണ്ണവില $150 ഉയർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്.
ഹരി. യെസ്, അങ്ങനെയാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില കുതിച്ചുയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിൽക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.